സ്വന്തം പോലെ കരുതി കയറിയ ഒരു വീടിനുള്ളിൽ നന്ദിനിയെ കാത്തിരുന്നത് ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നിമിഷമായിരുന്നു. അതേസമയം രമേഷിനെ വേട്ടയാടിയ ഭയത്തിൻ്റെ യഥാർത്ഥ കാരണം ഡോക്ടർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്ത്? നമുക്ക് കേൾക്കാം അല്ലേ അവിവാഹിതയുടെ 12ാം ഭാഗം. അവിടെ അന്നേരം പ്രതീക്ഷിക്കാത്ത ആളെ കണ്ടപ്പോൾ ഉള്ളിൽ നന്ദിനിക്ക് ഭയമാണ് തോന്നിയത്. അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അദ്ദേഹത്തോട് ചോദിച്ചു, രമേഷിൻ്റെ അച്ചച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ വിചാരിച്ചു ആരും ഇവിടെ ഇല്ലാത്തത് എന്താണെന്ന്. രമേശും അമ്മയുമൊക്കെ എവിടെ പോയി? മറുപടി പറയുന്നതിന് മുൻപ് തന്നെ അയാൾ അവളെ അടി മുതൽ മുടി വരെ വിശദമായി ഒന്ന് നോക്കി. ആ നോട്ടം നന്ദിനിക്ക് അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അത്രയും പ്രായമുള്ളയാളല്ലേ, വാത്സല്യം കൊണ്ട് നോക്കുന്നതായിരിക്കും എന്നേ കണക്കുകൂട്ടിയുള്ളൂ. അങ്ങനെ ചിന്തിക്കാനുള്ള മാനസിക പക്വത മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് കണക്കാക്കാം. ഞാൻ രാവിലെ വരുമ്പോഴേക്കും അവർ എവിടെയോ പോകാൻ ഇറങ്ങുകയായിരുന്നു. ഞാൻ വന്നതുകൊണ്ട് വാതിലടയ്ക്കാതെ പോയി എന്ന് മാത്രം. വിശദമായിട്ടൊന്നും എനിക്കറിയില്ല. അവർ മിക്കവാറും ആശുപത്രിയിൽ പോയതായിരിക്കും. എന്നാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലെങ്കിലും ഉടനെ ഡോക്ടറെ കാണാൻ പോകണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അന്ന് വന്നപ്പോൾ തന്നെ രമേശിന് സംസാരിക്കാനൊക്കെ വലിയ മടിയായിരുന്നല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് പോയി ഡോക്ടറെ കാണാം എന്ന് തീരുമാനിച്ചു കാണും. അതുകൊണ്ടായിരിക്കും തന്നോട് അന്ന് പറയാതിരുന്നത്. അത് സാരമില്ല അങ്കിൾ, അവർ രമേശിനെയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോയതായിരിക്കും. ഞാൻ പിന്നെ വന്ന് അവരെ കണ്ടുകൊള്ളാം. നിൽക്കുന്നില്ല, ഇപ്പോൾ ഞാൻ അങ്ങ് പൊയ്ക്കോളാം. മിടുക്കിയായ ഒരു പെൺകുട്ടി തൊട്ടു മുൻപിൽ വന്ന് നിന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് പോയാൽ എങ്ങനെയാണ്? തൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെയുള്ളവരെ കണ്ടു കിട്ടിയാൽ കുറച്ചു നേരമെങ്കിലും അവരുമായിട്ട് സംസാരിക്കും. എന്നിട്ട് അവർക്ക് ഒരു സന്തോഷം നൽകിയിട്ട് തിരിച്ചുവിടുകയാണ് തൻ്റെ രീതി. ഇപ്പോൾ ഈ കുഞ്ഞിന് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമാണോ? ഇത്ര തിരക്കിട്ട് തിരിച്ചു പോകുന്നത് എന്തിനാണ്? ഇവിടെ രമേശും വീണയും ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും നീ കുറേ സമയം ഇവിടെ നിന്നിട്ടല്ലേ പോകുമായിരുന്നുള്ളൂ. അവർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ വിചാരിച്ചു. എന്നിട്ട് കുറേ സമയം കൂടി നിന്നിട്ട് പോകാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നിൽക്കാമല്ലോ. നല്ല രീതിയിലുള്ള സംസാരമാണ് അങ്കിളിൻ്റേത്. ആദ്യം ഒരു നോട്ടത്തിൽ അല്പം വെറുപ്പ് തോന്നിയെങ്കിലും പിന്നീട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അത് മാറി. അങ്കിളിനോട് സംസാരിച്ച് നിൽക്കാൻ നല്ല രസമാണ്. എന്നാലും താൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് കുറേ സമയമായല്ലോ. ഇനി അധിക സമയമൊന്നും സംസാരിച്ച് നിൽക്കാൻ തനിക്ക് പറ്റില്ല. കാര്യം പറഞ്ഞാൽ മതിയല്ലോ. അങ്കിളിനും മനസ്സിലാകാതെ ഇരിക്കില്ല. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് കുറേ സമയമായില്ലേ. സാധാരണ ദിവസങ്ങളിൽ ഞാനിവിടെ വന്നാലും പെട്ടെന്നങ്ങ് പോവുകയാണ് ചെയ്യുക. ചിലപ്പോൾ കുറച്ച് സമയം നിൽക്കും. അതൊന്നും കുഴപ്പമില്ലെന്നേ. നമ്മൾ തമ്മിൽ കണ്ട സ്ഥിതിക്ക് ഒന്ന് പരിചയപ്പെടാതെ പോകുന്നത് ശരിയല്ലല്ലോ. അവർ വരുമ്പോൾ ചോദിക്കില്ലേ, അപ്പോൾ ആരാണ് വന്നതെന്നെങ്കിലും എനിക്ക് പറയണ്ടേ? നന്ദിനി താൻ ആരാണെന്നും എവിടെയാണ് നിൽക്കുന്നത് എന്നും ആരുടെ സംരക്ഷണമാണ് തൻ്റെ ഉത്തരവാദിത്വം എന്നുമുള്ള കാര്യങ്ങൾ എല്ലാം വിശദമായി അദ്ദേഹത്തോട് പറഞ്ഞു. അമ്മയുടെ ഉച്ചയുറക്കത്തിൻ്റെ സമയത്താണ് എനിക്കല്പം സാവകാശം കിട്ടുക. അന്നേരം ഞാൻ ഇവിടെ വരെ വരും. ചിലപ്പോൾ രമേഷുമായി കുറച്ച് സമയം സംസാരിച്ചിരിക്കുകയും ചെയ്യും. അതിന് ഞാൻ വന്നതാണ്. എല്ലാ ദിവസങ്ങളിലും വരികയും
സംസാരിക്കുകയും ചെയ്യുമെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും അടുപ്പം ഉണ്ടായി കാണാനുള്ള സാധ്യതയുണ്ട്. ഇവളെ പോലെ ഒരു സുന്ദരിയുമായി അടുക്കാൻ അധികം സമയം വേണ്ടല്ലോ. ഇവളുടെ കാര്യമായിരിക്കുമോ വീണ അന്നൊരു തവണ സൂചിപ്പിച്ചത്? ഇവളെ കണ്ട അവന് ഇഷ്ടം തോന്നിയില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇവൾ തന്നെ ആയിരിക്കും വീണയുടെ സ്വസ്ഥത കെടുത്താൻ വന്നവൾ. കുട്ടി ഇവിടെ വന്നിട്ട് വളരെ കുറച്ച് സമയമല്ലേ ആയുള്ളൂ. അമ്മയുടെ ഉറക്കം കഴിയാൻ ഇനിയും 1 മണിക്കൂറെങ്കിലും സമയം പിടിക്കില്ലേ? അപ്പോഴേക്കും ഞാൻ വിടാമെന്നേ. അന്നേരം പോയാൽ മതിയല്ലോ. തന്നെ പോകാൻ അനുവദിക്കാത്തതിൽ നന്ദിനിക്ക് കാര്യമായ വിഷമമൊന്നും തോന്നിയില്ല. സംസാരിച്ചു നിൽക്കാൻ രമേശിൻ്റെ അച്ചച്ചനും മിടുക്കനാണ്. പക്ഷേ അമ്മ എഴുന്നേൽക്കുമോ എന്നൊരു ഭയം അവളുടെ മനസ്സിലുണ്ടായി. അതോടെ അവൾക്ക് പോകാൻ തിരക്ക് കൂടുകയും ചെയ്തു. ചില ദിവസങ്ങളിലൊന്നും അമ്മ 1 മണിക്കൂർ ഉറങ്ങുകയില്ല. ഇന്ന് അങ്ങനെ ആയിരിക്കും എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. അവിടെ വേറെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ പോയേ പറ്റൂ. കയ്യിൽ വന്ന് കിട്ടിയതാണ്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊന്നും താൻ വിട്ടുകളഞ്ഞിട്ടില്ല. ഇപ്പോൾ കനിവ് കാണിച്ച് പറഞ്ഞു വിട്ടാൽ പിന്നൊരു സാഹചര്യം ഇതുപോലെ ഒത്തുകിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും വിട്ടുകളയാൻ പാടില്ലാത്ത അവസരമാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പവിത്രന് വിലപിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ നിന്റെ അമ്മ എഴുന്നേൽക്കുകയുമില്ല. നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോവുകയുമില്ല. കുറച്ച് സമയം കൂടി നിന്നതിന് ശേഷം ഞാൻ അനുവദിക്കുമ്പോൾ മാത്രമേ നീ ഇവിടെ നിന്നും പോവുകയുള്ളൂ. ഇത് രമേശിൻ്റെ അച്ചച്ചൻ തന്നെയാണോ? ഇതിനു മുൻപൊരിക്കൽ കണ്ടപ്പോൾ ഒരു മകളോട് പെരുമാറുന്ന അത്രയും സ്നേഹപൂർവ്വം സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നതാണല്ലോ ഇദ്ദേഹം. ആ ഒരു ധാരണ മനസ്സിലുള്ളതുകൊണ്ടാണ് വഴിയടഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോഴേ പിന്നിലെ വാതിലിലൂടെ ഇറങ്ങിപ്പോകാതിരുന്നത്. ഇനി എന്തായാലും ഒരവസരം എടുക്കാൻ നിൽക്കുന്നില്ല. പിന്നിലൂടെ തന്നെ പോകാം. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ പിന്നാലെ ഓടി വന്നെങ്കിലോ? അത് അപകടമാകുമല്ലോ എന്നൊരു തോന്നൽ മനസ്സിൽ വന്നതുകൊണ്ട് അവൾ പിന്നിലേക്ക് നടന്നു പോയാലോ എന്നാലോചിച്ചു. എന്തെങ്കിലും ഒരു നുണ പറയാം. അങ്കിൾ നേരത്തെ സമ്മതം തന്ന് എന്നെ പറഞ്ഞു വിട്ടാൽ മതിയല്ലോ. ഞാൻ വീടിനുള്ളിൽ കയറിയപ്പോൾ ഒരു സാധനം അവിടെ വെച്ച് മറന്നു. അത് ഇപ്പോൾ എടുത്തില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ മറന്നുപോയെങ്കിലോ? അങ്കിൾ ഇവിടെ നിൽക്ക്, ഞാനത് എടുത്തു വരാം. അവളുടെ മുഖഭാവം തന്നെ അവളെ ചതിച്ചു. കളങ്കമില്ലാത്ത കുട്ടിയല്ലേ, നുണയാണ് പറയുന്നത് എന്ന് അയാൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. അയാൾ ലോകം കുറെ കണ്ടതാണല്ലോ. അപകടത്തിനെ മുഖാമുഖം കാണുമ്പോൾ പല പെൺകുട്ടികളും ആൺകുട്ടികളും ഇത്തരത്തിലുള്ള കുറുക്കുവഴികളിലൂടെ രക്ഷപ്പെടാൻ നോക്കിയതും അയാൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അയാളുടെ മുൻപിൽ പെട്ടവരാരും രക്ഷപ്പെട്ട ചരിത്രമില്ല. അയാൾ ഒരിക്കൽ പോലും പിടിക്കപ്പെട്ടിട്ടുമില്ല. അവൾ പറയുന്നത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി അവളെ വിടാം. അവളോടൊപ്പം തന്നെ പോവുകയും ചെയ്യാം. എന്നാൽ പിന്നെ പോയി നോക്കി സാധനം എടുത്തുകൊണ്ട് വാ. എവിടെയാണത് മറന്നു വെച്ചു പോയതെന്ന് എനിക്കും അറിയാമല്ലോ. ഞാനും കൂടെ വരാം, നീ നടന്നു. അവളെ തനിയെ പോകാൻ അനുവദിക്കുമെന്ന് തന്നെയായിരുന്നു നന്ദുവിൻ്റെ കണക്കുകൂട്ടൽ. അത് പിഴച്ചു. എന്നാലും അവൾ വീടിനുള്ളിലേക്ക് കയറി. അയാൾ പിന്നാലെയും. അടുക്കളയോട് ചേർന്ന് ഒരു ചെറിയ മുറിയാണുള്ളത്. ആ മുറിയിൽ കയറി നിന്ന് ഒച്ച വെച്ചാൽ പോലും പുറമേയുള്ളവർ ആരും അറിയില്ല. അടുത്ത വീട് എന്ന് പറയാവുന്നത് നന്ദു നിൽക്കുന്ന വീട് തന്നെയാണ്. അവിടെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും ആർക്കും അറിയാൻ കഴിയാത്ത ഒരു സ്ഥലമാണ് അടുക്കളയോട് ചേർന്നുള്ള മുറി. നന്ദുവിനതറിയാമോ ആവോ
അതായിരുന്നു അയാളുടെ ലക്ഷ്യം. അവിടെ അങ്ങനെയൊരു മുറിയുള്ള വിവരം ഒന്നും നന്ദിനിക്കറിയില്ല. അവൾ അങ്ങനെ ഭയപ്പെടുന്നതും ഇല്ലായിരുന്നല്ലോ. അടുക്കളയിൽ വരെ അയാൾ പിന്നിലും അവൾ മുന്നിലുമായി നടന്നു. അവിടെ നിന്നും പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങാനാണ് നന്ദിനി പരിശ്രമിച്ചത്. അവളുടെ പരിശ്രമം അയാൾക്ക് മുൻപേ മനസ്സിലായി. ടവർ ബോൾട്ട് എടുക്കുന്നതിന് മുൻപ് തന്നെ അയാളുടെ ബലിഷ്ഠമായ കരങ്ങൾ അവളെ പിടികൂടി കഴിഞ്ഞിരുന്നു. ആ കയ്യിൽ നിന്ന് കുതറാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. കരിങ്കല്ല് പോലുള്ള മനസ്സുമായി നിൽക്കുന്ന അയാളുടെ അടുത്ത് തന്നെ ഉപദ്രവിക്കരുത് എന്ന് താണു വീണ് പറയാനും അയാളുടെ ദയവിന് വേണ്ടി യാചിക്കാനും മാത്രമേ ഇപ്പോൾ അവൾക്ക് കഴിയുമായിരുന്നുള്ളൂ. അയാൾ അതൊന്നും വകവച്ചില്ല. ഇതുപോലെ എത്ര പേരുടെ യാചനകൾ കേട്ടിരിക്കുന്നു. താൻ അതൊന്നുപോലും പരിഗണിച്ചിട്ടില്ല. അതൊന്നും ചെവിക്കൊള്ളാൻ അയാളുടെ ക്രൂരമായ മനസ്സിന് വാതായനങ്ങളില്ലായിരുന്നു. ഇതേ സമയം ഡോക്ടറുടെ അടുത്ത് ചെന്ന രമേഷിന് സാധാരണയിൽ കവിഞ്ഞ അസ്വസ്ഥതകളായിരുന്നു. ഡോക്ടറെ കാണാനൊന്നും നിൽക്കണ്ട, എത്രയും വേഗം വീട്ടിൽ പോകണമെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിനാണ് അവനങ്ങനെ പറയുന്നത് എന്നോ നിർബന്ധം പിടിക്കുന്നത് എന്നോ മാതാപിതാക്കൾക്കും ഡോക്ടർക്കും മനസ്സിലായില്ല. അവർ അതുകൊണ്ട് അതിന് സമ്മതിച്ചതുമില്ല. പവിത്രൻ ഇളയച്ചനെ കണ്ടപ്പോൾ മുതൽ ഉണ്ടായ മാറ്റം വീണ ഡോക്ടറോട് പറഞ്ഞു. അത് ഡോക്ടറുടെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകുകയും ചെയ്തു. അവൻ സാധാരണയവസ്ഥയിലായിരുന്നെങ്കിൽ അവനോട് വിശദമായി ചോദിച്ച് കാര്യം മനസ്സിലാക്കാമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവനെ സാധാരണയവസ്ഥയിലേക്ക് കൊണ്ടുവരണം. അതിന് അവൻ സംസാരിക്കാൻ തയ്യാറാകണം. ഇന്നത്തെ അവൻ്റെ അവസ്ഥ വെച്ച് അവനതിന് തയ്യാറാകും എന്ന് തോന്നുന്നില്ല. എന്നാലും ഒന്ന് പരിശ്രമിച്ചു നോക്കാൻ തന്നെ ഡോക്ടർ തീരുമാനിച്ചു. ഡോക്ടർ അവനെ ശാന്തനാക്കാനുള്ള വഴികൾ പലതും പ്രയോഗിച്ചു. ഇതുവരെ അവനെ തന്നെ ഡോക്ടർ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞതല്ലേ. അതുകൊണ്ട് അവസാനം ഡോക്ടർ തന്നെ വിജയിച്ചു. എന്തുകൊണ്ടാണ് പവിത്രൻ ഇളയച്ചനെ കാണുമ്പോൾ മാത്രം തനിക്ക് അസ്വസ്ഥത തോന്നുന്നത് എന്ന ചോദ്യത്തിന് അവന് വ്യക്തമായി മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഡോക്ടറുടെ ഓരോ ചോദ്യങ്ങളും അവൻ്റെ മനസ്സിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് പോലെയാണ് അവന് തോന്നുന്നത്. അതെന്തുകൊണ്ടാണെന്നൊന്നും അവനറിയില്ല. തൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ പറയാതെ ഡോക്ടറുടെ മുൻപിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ട് അവൻ പവിത്രൻ ഇളയച്ചൻ്റെ കൂടെ പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു ഇളയച്ചൻ ഒരു കൊച്ചുകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമാണ് അന്ന് അയാൾ ആ കുഞ്ഞിനോട് ചെയ്തത്. അയാൾക്ക് വല്ല മാനസിക പ്രശ്നങ്ങളും ഉള്ളതാണോ എന്ന് പോലും ആരും സംശയിച്ചു പോകും. അതിൻ്റെ ഞെട്ടലാണ് അവൻ്റെ മനസ്സിലുള്ളത് എന്നും ആ മുറിവാണ് ഇപ്പോഴും അവനെ വേട്ടയാടുന്നതെന്നും ഡോക്ടർക്ക് മനസ്സിലായി. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. എങ്കിലും ബാക്കിയൊക്കെ ഡോക്ടറുടെ പരിചയവും മനോധർമ്മവും അനുസരിച്ച് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു. നിങ്ങൾ ഈ പറയുന്ന ഇളയച്ചൻ ഇപ്പോൾ നാട്ടിലുണ്ടോ? അതോ അയാൾ വന്നിട്ട് പോയി കഴിഞ്ഞോ? സാധാരണ നാട്ടിൽ അയാൾ പരദേശിയാണെന്നാണല്ലോ രമേഷ് പറഞ്ഞത്. ഡോക്ടറുടെ ചോദ്യത്തിന് സാധാരണയിലും കൂടുതൽ ഗൗരവമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസമാണ് ഇളയച്ചൻ നാട്ടിൽ വന്നത്. നാട്ടിൽ വന്നാൽ എൻ്റെ അടുത്ത് വരാതെ പോകാറില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ പെരുമാറ്റ വ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചത്. അതാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞത്. രമേഷിൽ നിന്നും വിവരങ്ങൾ മുഴുവനായും കിട്ടിയില്ല. എങ്കിലും തനിക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നത്
അയാൾ ചെയ്തത് ഒരു ബാലപീഡനം ആണെന്നാണ്. അങ്ങനെ തന്നെ ഇവരോട് പറഞ്ഞാൽ ഇവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പറയുന്നയാൾ ഇയാളുടെ ഇളയച്ചനാണ്. ബഹുമാനവും സ്നേഹവും അയാളോട് അവർക്കുണ്ടാകുമല്ലോ. അയാളുടെ മനസ്സിലെ ചിന്താഗതികൾ ഒരു ഇളയച്ചന് യോജിച്ചതല്ലെങ്കിൽ പോലും ഒരു കാര്യം ഇത്രയും കാലത്തെ പരിചയം വെച്ച് എനിക്ക് പറയാൻ കഴിയും. രമേഷിന് അയാളെ തീരെ ഇഷ്ടമല്ല. അതിൻ്റെ കാരണങ്ങൾ അവൻ്റെ മനസ്സിലുണ്ട്. അതൊന്നും ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഞാനത് പറയുന്നില്ല എന്ന് മാത്രം. അയാൾ ഇനി വീട്ടിൽ വന്നാൽ അയാളോട് ഇടപഴകാൻ രമേഷിനെ നിർബന്ധിക്കരുത് എന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. അവൻ അതിന് താല്പര്യപ്പെടില്ല. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇടപഴകിയാൽ മതി. രമേഷിനെ അയാളുടെ അടുത്ത് ഒറ്റയ്ക്കാകാൻ ഇടവരുത്തരുത്. രമേഷിൻ്റെ അടുത്ത് അയാൾ പോകുന്ന സമയങ്ങളിലൊക്കെ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടാകണം എന്നും ഡോക്ടർ നിർബന്ധം പറഞ്ഞു. ഡോക്ടർ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് വീണയ്ക്കോ ഭർത്താവിനോ മനസ്സിലായില്ല. ഡോക്ടറല്ലേ പറയുന്നത്, എന്തെങ്കിലും കാര്യം കാണും എന്ന് മാത്രമേ അവർക്ക് തോന്നിയുള്ളൂ. അവരോട് രണ്ടുപേരോടുമായി പറഞ്ഞില്ലെങ്കിലും നമ്പ്യാരോടെങ്കിലും യഥാർത്ഥ കാര്യം പറയണമെന്ന് ഡോക്ടർ വിചാരിച്ചു. അതിനായിട്ടായിരിക്കണം അവർ എഴുന്നേറ്റ ഒപ്പം തന്നെ ഡോക്ടറും എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. എന്നിട്ട് പീതാംബരൻ നമ്പ്യാരുടെ തോളിൽ തോണ്ടി വിളിച്ച് മാറ്റി നിർത്തി. എന്നിട്ട് അയാളോട് രമേഷിന് ഇളയച്ചൻ കൊണ്ടുപോയപ്പോൾ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കാര്യം പറഞ്ഞു. അത് അയാളിലുണ്ടാക്കിയ പ്രതികരണം വിവരണാതീതമായിരുന്നു. നന്ദിനിക്ക് ഇനി എന്തു സംഭവിക്കും? ഡോക്ടർ പറഞ്ഞ സത്യം അറിഞ്ഞാൽ രമേഷിൻ്റെ അമ്മ എങ്ങനെ പ്രതികരിക്കും? അവരത് അംഗീകരിക്കുമോ? അറിയാൻ അടുത്ത ഭാഗം നഷ്ടപ്പെടുത്തല്ലേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.